രാത്രി സമയത്ത് പെട്ടെന്ന് കറണ്ട് പോയാൽ ഉടനെ നമ്മുടെ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഇതുപോലെ ഓട്ടോമാറ്റിക്കലി ഓൺ ആയാലോ? ഇനി കറണ്ട് വന്നാലുടനെ ഓട്ടോമാറ്റിക്കലി ഫോൺ തന്നെ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെ നമ്മൾ വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഇരുട്ടാകുന്ന ഘട്ടത്തിൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആവുകയും വെളിച്ചം വരുന്ന ഏരിയയിൽ നമുക്ക് ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആകുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ബാറ്ററി ലാഭിച്ചുകൊണ്ട് തന്നെ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് ഫ്ലാഷ് ലൈറ്റ് പ്രവർത്തിക്കണം, പക്ഷേ വലിയ വെളിച്ചം വേണ്ട, കൂടുതൽ സമയം കിട്ടണമെങ്കിൽ നമുക്ക് ഫ്ലാഷ് ലൈറ്റിൻ്റെ വെളിച്ചം അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫ്ലാഷ് ലൈറ്റ് കൊണ്ട് ഉപകാരപ്രദമായ കുറച്ച് ഫീച്ചറുകളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. മുറി ഇരുട്ടായാലുടനെ ഒരു എമർജൻസി ലൈറ്റ് പോലെ തന്നെ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓണായി മുറിയിൽ വെളിച്ചം ലഭിക്കുന്ന ഓപ്ഷൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് ഫോണിൽ തന്നെ വരുന്നൊരു ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. ടോർച്ച് ലൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ടോർച്ചിനകത്ത് വരുന്നുണ്ട്. ഇത് എല്ലാ ഫോൺ മോഡലിലും വരുന്നില്ല കേട്ടോ, എങ്കിലും ഓപ്പോ, വിവോ, OnePlus, റിയൽമി അങ്ങനെയുള്ള ഫോണിലൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ ടോർച്ച് ലൈറ്റിൻ്റെ ഓപ്ഷൻ ഇവിടെയുണ്ട്. ഞാനതൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇതനുസരിച്ചിട്ട് എനിക്ക് ബ്രൈറ്റ്നെസ് കൂടുതൽ വേണോ കുറവ് വേണോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ വെളിച്ചത്ത് തന്നെയാണ് ഉള്ളത് എങ്കിലും ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ആദ്യത്തെ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ വളരെ കുറച്ച് വെളിച്ചം മാത്രമേ ഉള്ളൂ. മുകളിലോട്ട് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് കൂടി വരുന്നത് കാണാം. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ടോർച്ച് ലൈറ്റിൻ്റെ വെളിച്ചം ക്രമീകരിക്കുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഫോണിലുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്ക്. ഇനി ഇരുട്ടും വെളിച്ചവും ആകുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് പ്രവർത്തിക്കുന്ന ഓപ്ഷൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരാം. ഇതിനായിട്ട് സഹായിക്കുന്നത് ആപ്ലിക്കേഷനാണ്. പക്ഷേ ഈ ആപ്ലിക്കേഷനിൽ യാതൊരു തരത്തിലുള്ള പരസ്യങ്ങളുമില്ല, അതുപോലെ തന്നെ പൂർണ്ണമായിട്ട് സൗജന്യമാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടും. വളരെ സാവധാനത്തിൽ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ആപ്ലിക്കേഷന് പ്രത്യേകിച്ച് പെർമിഷനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ആപ്ലിക്കേഷനകത്ത് നിരവധി ഓപ്ഷനിലൂടെ നമുക്ക് ടോർച്ച് ലൈറ്റ് ഓൺ ചെയ്യുന്ന ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഞാൻ ഇരുട്ടും വെളിച്ചവും ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഫ്ലാഷ് ലൈറ്റ് ഓണും ഓഫും ആകുന്ന ഓപ്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. അതിനായിട്ട് ഈ ബൾബിൻ്റെ ഐക്കണാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ടൊരു സ്വിച്ച് കാണാം. ആ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. സാധാരണ സ്വിച്ച് ഓൺ ചെയ്യുന്നത് പോലെ തന്നെ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുന്നതോടെ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മുടെ ഫോണിലെ സെൻസറിലൂടെയാണ് ഇത് ഇരുട്ടായോ വെളിച്ചമായോ എന്ന് തിരിച്ചറിഞ്ഞ് ഫ്ലാഷ് ലൈറ്റ് ഓണും ഓഫും ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ സെൻസർ പൊത്തിപ്പിടിച്ച് തൽക്കാലം ഇരുട്ടാക്കിയിട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണിച്ചു തരാം. കാരണം ഇരുട്ടത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് കൈകൊണ്ട് പൊത്തിപ്പിടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കാണാം ഫ്ലാഷ് ലൈറ്റ് ഓൺ ആയിട്ട്. ഞാനൊന്ന് കൈവിടുന്ന സമയത്ത് വെളിച്ചമാവുകയും അത് ഫ്ലാഷ് ലൈറ്റ് ഓഫ് ചെയ്യുന്നതും കാണാം. ഇതുപോലെ നമ്മുടെ മുറിയിൽ ഇരുട്ടാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഫ്ലാഷ് ലൈറ്റ് ഓണും ഓഫും ആയിക്കോളും. അപ്പോൾ പെട്ടെന്ന് മുറി ഇരുട്ടാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു എമർജൻസി ലൈറ്റ് പോലെ ഫോൺ ഉപയോഗിക്കാൻ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.